Hi dear students. ഇവിടെ നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് പറയുന്ന പെർക്വിസിറ്റിന്റെ വാല്യുവേഷൻ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് പെർക്വിസിറ്റ് എന്ന് പറയുമ്പോൾ നോൺ ക്യാഷ് ബെനിഫിറ്റ്സ് ആണ്. അതിന്റെ ടാക്സബിൾ ആയിട്ടുള്ള അതിനൊരു വാല്യൂ ഉണ്ട്, ഒരു മോണിറ്ററി വാല്യൂ ഉണ്ടാവും. അതാണ് നമ്മൾ അതിന്റെ ടാക്സബിൾ വാല്യൂ അല്ലെങ്കിൽ ടാക്സബിൾ ഇൻകമായി കണക്കാക്കുന്നത് ആ എമൗണ്ട് ആണ്. റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള പെർക്വിസിറ്റ് ടാക്സബിൾ ടു ഓൾ എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു പെർക്വിസിറ്റ് ആണ്. എന്ന് പറയുമ്പോൾ എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സിന്റെ ഒരു എക്സാമ്പിളാണ് റെസിഡൻഷ്യൽ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എംപ്ലോയർ എംപ്ലോയിക്ക് താമസിക്കാൻ വേണ്ടി വീട് നൽകുന്നതിനെയാണ്, വീട് സൗകര്യം കൊടുക്കുന്നതിനെയാണ് നമ്മളിത് പറയാം. പിന്നെ നമ്മൾ RFH റെന്റ് ഫ്രീ ഹൗസ് എന്ന പേരിൽ വിളിക്കാറുണ്ട്. അതുപോലെ RFA റെന്റ് ഫ്രീ അക്കോമഡേഷൻ എന്ന പേരിലും വിളിക്കാറുണ്ട്. ഏതായാലും അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. എംപ്ലോയിക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള വീട് സൗകര്യം എംപ്ലോയർ കൊടുക്കുന്നു. അങ്ങനെ ഒരു ബെനിഫിറ്റ് എംപ്ലോയർ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മൾ അതിന്റെ ടാക്സബിൾ വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക? അപ്പോൾ അതിന്റെ വാല്യുവേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഒന്ന് രണ്ട് ബേസിക് ആയ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ ഈ റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എംപ്ലോയീസിനെ രണ്ട് കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് കാറ്റഗറി ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. രണ്ടാമത്തെ കാറ്റഗറി നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. രണ്ടാമത് നമ്മൾ ഹൗസിനെ നമ്മൾ രണ്ടായി കാറ്റഗറൈസ് ചെയ്യും. ഫർണിഷ്ഡ് ഹൗസ് എന്നും അൺഫർണിഷ്ഡ് ഹൗസ് എന്നും. അൺഫർണിഷ്ഡ് ഹൗസ് അല്ലെങ്കിൽ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ അർത്ഥം ഫർണിച്ചർ കൂടാതെയുള്ള അക്കോമഡേഷനാണ്. ആ വീട് മാത്രമാണ് എംപ്ലോയർ കൊടുക്കുന്നത്. ഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഫർണിച്ചറോട് കൂടിയുള്ള അക്കോമഡേഷനാണ്. ബിൽഡിംഗ് മാത്രമല്ല, വീട് മാത്രമല്ല, അതിലുള്ള മറ്റു ഫർണിച്ചർ കൂടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഫർണിച്ചർ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? നമ്മൾ വുഡൻ ഐറ്റംസിനൊക്കെ ഫർണിച്ചർ എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ നമ്മൾ ഈ റെസിഡൻഷ്യൽ അക്കോമഡേഷന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഫർണിച്ചർ എന്ന് പറയുമ്പോൾ അർത്ഥം ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ഹോം അപ്ലയൻസസ് ഇൻക്ലൂഡിംഗ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്. ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഉൾപ്പെടെയുള്ള ഇപ്പോൾ TV, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ AC പ്ലാന്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്തിൽ വരും? ഫർണിച്ചറിന്റെ മീനിങ്ങിനകത്ത് വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഫർണിച്ചറോട് കൂടിയുള്ള വീടാണ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ. ഫർണിച്ചർ ഇല്ലാതെയുള്ള വീടാകുമ്പോൾ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ. ഇനി നമുക്ക് അതിന്റെ കേസിലേക്ക് വരാം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസ് എടുത്താൽ, ഗവൺമെന്റ് എംപ്ലോയീസിന് ഗവൺമെന്റ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാം. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞ ഏതാണ്? ദാറ്റ് ഈസ് ദി ലൈസൻസ് ഫീ ആസ് പെർ ദി ഗവൺമെന്റ് റൂൾസ്. ലൈസൻസ് ഫീ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈസൻസ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് അവരുടെ എംപ്ലോയീസിന് ഒരു വീട് നൽകുമ്പോൾ അതിലൊരു വാല്യൂ ഫിക്സ് ചെയ്യും. ഗവൺമെന്റ് റൂൾസ് പ്രകാരം ഒരു വാല്യൂ ഫിക്സ് ചെയ്യും. അതിന് വിളിക്കുന്ന പേരാണ് ലൈസൻസ് ഫീ എന്ന് പറയുന്നത്. നമ്മൾ ആ വാല്യൂ മാത്രം എടുത്താൽ മതി. ഇവിടെ നമ്മൾ എംപ്ലോയിയുടെ സാലറി എത്രയാണെന്നോ അയാൾ താമസിക്കുന്ന ആ വീടിന്റെ യഥാർത്ഥ വാല്യൂ എന്താണോ ഒന്നും നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വീടിന് എത്രയാണോ ഗവൺമെന്റ് റൂൾസ് പ്രകാരമുള്ള വാല്യൂ എങ്കിൽ അതാണ് ആ അക്കോമഡേഷന്റെ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ലൈസൻസ് ഫീ എന്ന് പറയുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആകുമ്പോൾ അതിന്റെ വാല്യൂ ആയിട്ട് കണക്കാക്കുക. ഇനി ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആകുമ്പോൾ ഈ അൺഫർണിഷ്ഡ് അക്കോമഡേഷന്റെ വാല്യൂ ആയിട്ടുള്ള ലൈസൻസ് ഫീയുടെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യണം. അതെന്താണ്? ഇവിടെ ഈ ഫർണിച്ചർ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഫർണിച്ചർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലാകാം ഫർണിച്ചർ വരുന്നത്. ഒന്ന്, എംപ്ലോയർ തന്നെ ഓൺ ചെയ്യുന്ന ഫർണിച്ചർ ആകാം, സ്വന്തം ഫർണിച്ചർ ആകാം എംപ്ലോയീസിന് ഉപയോഗിക്കാൻ കൊടുക്കുന്നത്. രണ്ട്, എംപ്ലോയർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഫർണിച്ചർ എംപ്ലോയീസിന് ഉപയോഗിക്കാൻ കൊടുക്കുന്നതാകാം. അപ്പോൾ രണ്ടിന്റെയും ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഫർണിച്ചർ ആണെങ്കിൽ അതിന് എംപ്ലോയർ കോസ്റ്റ് വന്നിട്ടുണ്ടാവും അല്ലെ? ആ ഫർണിച്ചറിന്റെ കോസ്റ്റിന്റെ 10% പെർ ആനമാണ്. ഒരു വർഷത്തേക്ക് 10% എടുക്കണം എന്ന് പറയുമ്പോൾ അർത്ഥം എംപ്ലോയി 10 മാസം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 10 മാസത്തേക്ക് എടുക്കാവൂ. ഫർണിച്ചറിന്റെ കോസ്റ്റിന്റെ 10% എടുത്തിട്ട് അതിന് × 10/12 എന്ന് കൊടുക്കണം. ഓക്കെ, ഒരു വർഷത്തേക്കാണെങ്കിൽ ജസ്റ്റ് 10% എടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അതിന്റെ കോസ്റ്റിന് 10% പെർ ആനം നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യണം. അതല്ല എംപ്ലോയർ വാടകയ്ക്കെടുത്ത ഫർണിച്ചർ ആണെങ്കിൽ ഹയർ ചാർജസ് പെയ്ഡ് ബൈ എംപ്ലോയർ. ആ ഫർണിച്ചറിന്റെ വാടക എത്രയാണോ എംപ്ലോയർ കൊടുത്തത് എങ്കിൽ ആ വാടക എമൗണ്ട് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒന്നേ വരുള്ളൂ. ഒന്നുകിൽ കോസ്റ്റ് ഓഫ് ഫർണിച്ചറിന് 10% എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഫർണിച്ചർ ആകുമ്പോൾ വരും. എംപ്ലോയർ വാടകയ്ക്ക് എടുത്തതാണെങ്കിൽ നമ്മൾ അതിന് ഹയർ ചാർജസിന്റെ എമൗണ്ട് ആഡ് ചെയ്യണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ലൈസൻസ് ഫീയുടെ
ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി ചിലപ്പോൾ എംപ്ലോയി എന്ത് ചെയ്യേണ്ടി വരും? ഈ വീട് സൗകര്യം കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുറഞ്ഞ വല്ല എമൗണ്ടും എംപ്ലോയി തിരിച്ച് എംപ്ലോയർ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എംപ്ലോയുടെ സാലറി എമൗണ്ട് വല്ല എമൗണ്ടും എംപ്ലോയർ ഡിഡക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, കുറക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കുറച്ചിട്ട് കാണിക്കണം. കുറച്ച് കഴിഞ്ഞ് ബാക്കി വരുന്ന എമൗണ്ടിന് നമ്മൾ എന്ത് പറയാം? വാല്യൂ ഓഫ് റെന്റ് ഫ്രീ ഹൗസ് എന്ന് പറയാം. RFS സ്റ്റാൻഡ് ഫോർ റെന്റ് ഫ്രീ ഹൗസ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സിമ്പിൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ എക്സാമ്പിൾ 1. Mr. Sharma is a district magistrate in Agra. The government provided him a rent-free furnished bungalow. His salary is rupees 1,20,000 per month. Rent of the unfurnished bungalow as per the government rules is rupees 2,000 per month. But its fair rental value, FRV stands for fair rental value, that is rupees 17,500 per month. The government is also providing furniture costing rupees 1,70,000. Find out the value of rent-free house. സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. മിസ്റ്റർ ശർമ്മ എന്ന് പറയുന്ന ആൾ ആഗ്രയിലെ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ആണ്. അദ്ദേഹത്തിന് ഗവൺമെന്റ് റെന്റ് ഫ്രീ ആയിട്ട് ഒരു ഫർണിഷ്ഡ് ബംഗ്ലാവ് കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സാലറി ഒരു മാസത്തേക്ക് 1,20,000 രൂപയാണ്. ഈ കൊടുക്കുന്ന വീടിന് ഗവൺമെന്റ് ഫിക്സ് ചെയ്യുന്ന വാല്യൂ rupees 2,000 പെർ മന്ത് ആണ്. യഥാർത്ഥത്തിൽ ആ വീടിന്റെ ഫെയർ റെന്റൽ വാല്യൂ എന്ന് പറയുമ്പോൾ ആ നാട്ടിലുള്ള ആ വീടിന്റെ റെന്റ് എന്ന് പറയുന്നത് ശരിക്കും എത്ര വരണം? 17,500 പെർ മന്ത് വരേണ്ടതാണ്. പക്ഷേ ഗവൺമെന്റ് റൂൾസ് പ്രകാരം അതിന്റെ വാല്യൂ rupees 2,000 പെർ മന്തേ ഉള്ളൂ. ഇവിടെ 1,70,000 രൂപ ഗവൺമെന്റിന് കോസ്റ്റ് വന്ന ഫർണിച്ചറും ഈ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഈ അക്കോമഡേഷന്റെ വാല്യൂ ആയിട്ട് വരിക? അതാണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ സാലറി ഇൻകം നോക്കേണ്ട ആവശ്യമില്ല, ഫെയർ റെന്റ് വാല്യൂ നോക്കേണ്ട ആവശ്യമില്ല. എന്തുമാത്രം നോക്കിയാൽ മതി? എത്രയാണോ അതിന് ഗവൺമെന്റ് റൂൾസ് പ്രകാരമുള്ള വാല്യൂ, ലൈസൻസ് ഫീ എന്ന് മാത്രം നോക്കിയാൽ മതി, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? നമ്മൾ അതിന്റെ അൺഫർണിഷ്ഡ് പോർഷന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാണ്. ലൈസൻസ് ഫീ ആസ് പെർ ഗവൺമെന്റ് റൂൾസ് ഒരു മാസത്തേക്ക് 2,000 ആണ്. 2,000 × 12 rupees 24,000 എന്ന് വരും. ഫർണിച്ചർ ഇവിടെ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഫർണിച്ചർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ കോസ്റ്റിന്റെ 10% ആഡ് ചെയ്യണം. അപ്പോൾ 1,70,000 10% rupees 17,000 നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കതിന്റെ ഹൗസിന്റെ വാല്യൂ കിട്ടും. rupees 41,000 ആണ് റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ. ഇവിടെ എംപ്ലോയി എമൗണ്ട് ഒന്നും തിരിച്ചു കൊടുക്കുന്നില്ല. കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് കൂടെ കുറച്ച ശേഷമാണ് റെന്റ് ഫ്രീ ഹൗസിന്റെ എമൗണ്ട് കമ്പ്യൂട്ട് ചെയ്യുക. ഇവിടെ അതില്ലാത്തത് കൊണ്ട് നമ്മൾ rupees 41,000 ഈ എംപ്ലോയിയുടെ കേസിലുള്ള ടാക്സബിൾ പെർക്വിസിറ്റിന്റെ വാല്യൂ ആയിട്ട് കണക്കാക്കുന്നു. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. ഇനി ഗവൺമെന്റ് എംപ്ലോയീസ് അല്ലാത്ത എംപ്ലോയീസ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ അവർക്ക് നൽകുന്ന വീടിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യും? പ്രൈവറ്റ് എംപ്ലോയീസിന്റെ കേസിലാണ്. അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട കേസുകൾ ഇവിടെയും വരും. ഒന്ന്, എംപ്ലോയർ തന്നെ ഓൺ ചെയ്യുന്ന വീടാണ് എംപ്ലോയിക്ക് കൊടുക്കുന്നത് എങ്കിൽ, എംപ്ലോയറുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു വീട് എംപ്ലോയിക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിൽ അതാണ് ഹൗസ് ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഹൗസ് ഈസ് ഹയേർഡ് ബൈ ദി എംപ്ലോയർ. എംപ്ലോയർ വാടകയ്ക്ക് എടുക്കുന്ന വീടാണ് എംപ്ലോയിക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്നതെങ്കിൽ അതാണ്. അപ്പോൾ 2 കേസിലും ട്രീറ്റ്മെന്റ് ഡിഫറെന്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന കേസ് നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ ഇഫ് ഹൗസ് ഈസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ, എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഹൗസ് ആകുമ്പോൾ അതിന്റെ വാല്യൂ എങ്ങനെയാണ് വരിക? അപ്പോൾ ഇവിടെ നമ്മൾ അതിന്റെ വാല്യൂ എടുക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്ന കാര്യം ഇതാണ്. ഇയാൾ താമസിക്കുന്ന ഈ വീടുള്ള ആ സിറ്റിയിലെ പോപ്പുലേഷൻ എത്രയാണ്? ആ പോപ്പുലേഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ അതിന്റെ വാല്യൂ എടുക്കുക. ഇവിടെ 3 വിവിധങ്ങളായിട്ടുള്ള റേറ്റുകൾ പറയുന്നുണ്ട് നമ്മൾ അതിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ. ഒന്നാമത്തെ എമൗണ്ട് പറയുന്നത് 15% ഓഫ് സാലറി ഫോർ പീരീഡ് ഓഫ് അക്കോമഡേഷൻ ഇൻ സിറ്റീസ് ഹാവിംഗ് പോപ്പുലേഷൻ ഗ്രേറ്റർ ദാൻ 25 lakh. 25 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സിറ്റിയിലാണ് ഇയാൾ താമസിക്കുന്ന വീടുള്ളതെങ്കിൽ എത്ര കാലം ഇയാൾ ആ വീട്ടിൽ പ്രീവിയസ് ഇയറിൽ താമസിക്കുന്നുണ്ടോ അത്രയും കാലത്തേക്കുള്ള സാലറി എമൗണ്ടിന്റെ 15% എടുക്കണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ 28 ലക്ഷം പോപ്പുലേഷൻ സിറ്റിക്കകത്ത് ഒരു എംപ്ലോയി താമസിക്കുന്നുണ്ട്. എംപ്ലോയി അവിടെ 10 മാസമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? 28 ലക്ഷം ആയതുകൊണ്ട് നമ്മൾ 15% ഓഫ് സാലറി എടുക്കണം. സാലറി എടുക്കുന്ന സമയത്ത് സാലറി എടുക്കാൻ പാടുള്ളൂ. ഒരു കൊല്ലത്തേക്ക് മൊത്തം സാലറി എടുക്കാൻ പാടില്ല. 10 മാസം ഇയാൾ അവിടെ താമസിക്കുന്നുള്ളൂ. 10 മാസത്തേക്കുള്ള സാലറി എത്രയാണ് വരിക നോക്കുക.
ആ സാലറി എമൗണ്ടിന്റെ 15% എടുക്കുക. അതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്ലാബ് പറയുന്നത് 10% ഓഫ് സാലറി ഇഫ് പോപ്പുലേഷൻ ഇൻ ബിറ്റ്വീൻ 10 and 25 lakh. 10 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടക്ക് പോപ്പുലേഷനുള്ള സിറ്റിയിലാണ് ഇനി ഇയാൾ താമസിക്കുന്ന വീടുള്ളതെങ്കിൽ സാലറി എമൗണ്ടിന്റെ 10% എടുക്കണം. മൂന്നാമത്തെ കേസ് 7.5% ഓഫ് സാലറി ഇൻ എ സിറ്റി ഹാവിംഗ് പോപ്പുലേഷൻ ഓഫ് ലെസ് ദാൻ 10 lakh. ഇയാൾ താമസിക്കുന്ന വീടുള്ള സിറ്റിയിലെ പോപ്പുലേഷൻ 10 lakhൽ താഴെയാണെങ്കിൽ 7.5% ഓഫ് സാലറി എടുക്കണം. ഇവിടെ ഈ 3 കേസിൽ നമ്മൾ സാലറി എടുക്കുന്നത് ഇയാൾ എത്ര കാലം ആ പ്രീവിയസ് ഇയറിൽ ആ വീട്ടിൽ താമസിക്കുന്നുണ്ടോ അത്രയും കാലത്തേക്കുള്ള സാലറിയുടെ 15%, 10%, 7.5% ഒക്കെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെയും അൺഫർണിഷ്ഡ് ഹൗസും ഫർണിഷ്ഡ് ഹൗസും സെയിം മീനിങ് തന്നെയാണ്. പക്ഷേ അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനാണ് നമ്മൾ ഈ പറഞ്ഞ 3 റേറ്റുകൾ ഉപയോഗിക്കുക. അൺഫർണിഷ്ഡ് ഹൗസിന്റെ കേസിൽ മാത്രമാണ്. ഫർണിഷ്ഡ് ആകുമ്പോൾ നമ്മൾ അതിന്റെ വാല്യൂ വേറെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് പോപ്പുലേഷന്റെ ഫിഗർ പറയുന്നില്ല എന്ന് വിചാരിക്കുക. 25 lakh നമുക്ക് അതിന്റെ ആ ഒരു പോപ്പുലേഷന്റെ ഫിഗർ നമുക്ക് അവൈലബിൾ അല്ല. അങ്ങനെ നമ്മൾ എന്താ ചെയ്യണം? ഓർത്തിരിക്കേണ്ട കാര്യം അതാണ്, നമ്മൾ അവിടെ പോപ്പുലേഷൻ 25 lakhൽ കൂടുതലാണെന്ന് അസ്യൂം ചെയ്യണം. അങ്ങനെ അസ്യൂം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? 15% ഓഫ് സാലറി എടുക്കണം. പോപ്പുലേഷനെ കുറിച്ച് മെൻഷനിങ് ഒന്നും ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 15% ഓഫ് സാലറി ആയിരിക്കും നമ്മൾ അതിന്റെ അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ ആയിട്ട് എടുക്കും. അപ്പോൾ ഇനിവേ നമുക്ക് അതിന്റെ അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ കിട്ടും. ഇനി നമ്മൾ ആ കിട്ടുന്ന എമൗണ്ടാണ് വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് ഹൗസ് എന്ന് പറയുന്നത്. 15%, 10%, 7.5% ഏതാണോ അതെങ്കിൽ ആ വാല്യൂ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആകുമ്പോൾ അതേ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെയും വരുന്നത്. എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഫർണിച്ചർ ആണെങ്കിൽ 10% പെർ അനം ഓഫ് കോസ്റ്റ് ഓഫ് ഫർണിച്ചർ അതിന്റെ കൂടെ ആഡ് ചെയ്യുക. എംപ്ലോയർ വാടകയ്ക്കെടുത്ത ഫർണിച്ചർ ആണെങ്കിൽ ഹയർ ചാർജസ് പെയ്ഡ് ബൈ എംപ്ലോയർ ഫോർ ദി ഫർണിച്ചർ. ഫർണിച്ചറിന് കൊടുക്കുന്ന വാടക എമൗണ്ട് ആഡ് ചെയ്യുക. ഏതാണോ ബാധകമായതെങ്കിൽ അത് മാത്രം ആഡ് ചെയ്യുക. കൂട്ടുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് നിന്ന് നേരത്തെ പറഞ്ഞ അതേപോലെ എംപ്ലോയി വല്ല എമൗണ്ടും തിരിച്ച് ഈ പർപ്പസിനോട് എംപ്ലോയർ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ കുറച്ചിട്ട് കാണിക്കണം. കുറച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന എമൗണ്ടിനെയാണ് വാല്യൂ ഓഫ് റെന്റ് ഫ്രീ ഹൗസ് എന്ന് പറയാം. അതാണ് നമ്മൾ ടാക്സബിൾ ആയിട്ട് ആ ഹൗസിന്റെ വാല്യൂ ആയിട്ട് ഇദ്ദേഹത്തിന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റിനകത്ത് കൊടുക്കുന്നുണ്ടാവും. നമുക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ നമ്മൾ 10% ഓഫ് സാലറി, 15% ഓഫ് സാലറി, 7.5% ഓഫ് സാലറി എന്നെല്ലാം പറയുന്നുണ്ട്. സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ HRA പഠിക്കുമ്പോൾ ഒരു സാലറി പഠിക്കുന്നുണ്ട്. വാട്ട് വാസ് ദി മീനിങ് ഓഫ് ദ ടൈം സാലറി? അവിടെ സാലറി എന്തായിരുന്നു? സാലറി ഇൻക്ലൂഡ്സ് ബേസിക് പേ, ഡിയർനെസ് പേ ആൻഡ് ഫിക്സഡ് പെർസെൻറ്റേജ് കമ്മീഷൻ ഓൺ ടേൺ ഓവർ. നമ്മളിങ്ങനെ ഓരോന്നിന്റെയും സാലറി കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം. ഇവിടെ നമ്മൾ പറയുന്നത് ഈ പെർക്വിസിറ്റിന്റെ റെസിഡൻഷ്യൽ അക്കോമഡേഷന്റെ കേസിലാകുമ്പോൾ സാലറി എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. സാലറിക്ക് അതെന്തെല്ലാം വരും? സാലറി ഇൻക്ലൂഡ് ബേസിക് പേ, ബോണസ്, കമ്മീഷൻ, ഓൾ ടാക്സബിൾ അലവൻസസ് ആൻഡ് എനി അതർ പേയ്മെന്റ് ഇൻ ക്യാഷ്. ബേസിക് പേ വരും, ബോണസ് വരും, കമ്മീഷൻ വരും, എല്ലാ ടാക്സബിൾ ആയ അലവൻസിന്റെ എമൗണ്ടും വരും. അതല്ലാതെ വേറെ എന്തെങ്കിലും ക്യാഷ് പേയ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതും വരും. അപ്പോൾ എംപ്ലോയി താമസിക്കുന്ന ആ വീട്ടിൽ താമസിക്കുന്ന അത്രയും കാലത്തേക്കുള്ള ഈ പറഞ്ഞ എമൗണ്ട് എല്ലാം കൂട്ടുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് സാലറി. അതിൻ്റെയാണ് നമ്മൾ 15, 10 അല്ലെങ്കിൽ 7.5% എടുക്കേണ്ടത്. ഇനി ഇവിടെ നമ്മൾ സാലറിക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങൾ എന്താണ്? ഈ ഹൗസിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഉൾപ്പെടുത്താൻ പാടില്ലാത്ത കാര്യങ്ങൾ എക്സ്ക്ലൂഡിങ് DA നോട്ട് ഫോർ എംപ്ലോയ്മെന്റ് പർപ്പസസ്. എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടി അല്ലാതെ കിട്ടുന്ന DA ആണെങ്കിൽ എന്ന് പറയുമ്പോൾ ഡിയർനെസ് പേ ആണെങ്കിൽ മാത്രമേ സാലറിക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. വെറും DA ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? സാലറിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു RPF. RPF എന്ന് പറയുമ്പോൾ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്നാണ്. നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും എന്താണ്. ഒത്തിരി മനസ്സിലാക്കുക. RPFിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടും സാലറിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. ആൻഡ് പെർക്വിസിറ്റ്സ്, ഒരു പെർക്വിസിറ്റ്സും സാലറിക്കകത്ത് ഉൾപ്പെടുത്താൻ പാടില്ല. ഒരു നോൺ ക്യാഷ് ബെനിഫിറ്റും സാലറിയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പോൾ DA നോട്ട് ഫോർ എംപ്ലോയ്മെന്റ്, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു RPF ആൻഡ് പെർക്വിസിറ്റ്സ്, ഇതൊഴികെ ബാക്കിയെല്ലാം എന്തിൽ വരും? സാലറിക്കകത്ത് വരും. അപ്പൊ അങ്ങനെയുള്ള സാലറിയാണ് ഈ റെന്റ് ഫ്രീ ഹൗസിനുള്ള സാലറി എന്ന് പറയുന്നത്. അത് നമ്മൾ ഇവിടെ നിന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട്. നമുക്കൊരു എക്സാമ്പിളിലേക്ക്. സെക്കൻഡ് എക്സാമ്പിൾ, Mr. X is employed in an Indian company. He is getting a salary of rupees 16,000 per month, DA of rupees 800 per month, city compensatory allowance CCA rupees 400 per month. The
company is providing a rent-free house to the employee in a town. The town is having a population of 9 lakh. Population is 9 lakh. The fair rental value of the house is rupees 1,500 per month. Find out the value of rent-free accommodation. RFA stands for rent-free accommodation. അപ്പോൾ ഇവിടെ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ആൾ ഒരു ഇന്ത്യൻ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. 16,000 രൂപ ബേസിക് സാലറിയും 800 രൂപ പ്രതിമാസം DAയും 400 രൂപ പ്രതിമാസം CCAയും കിട്ടുന്ന എംപ്ലോയിയാണ്. ഇദ്ദേഹത്തിന് ഒരു ടൗണിലെ പോപ്പുലേഷൻ, ഇവിടെ പോപ്പുലേഷൻ ഈസ് എന്നാണ്, 13 എന്നല്ല, അത് ഈസ് എന്നുള്ളത് തെറ്റിപ്പോയതാണ്. പോപ്പുലേഷൻ ഈസ് 9 lakh എന്നാണ്. 9 ലക്ഷം പോപ്പുലേഷൻ ഒരു ടൗണിനകത്ത് റെന്റ് ഫ്രീ ഹൗസും ഇവിടെ ഈ കമ്പനി എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ആ വീടിന്റെ ഫെയർ റെന്റൽ വാല്യൂ, ആ നാട്ടിലുള്ള അതിന്റെ വാല്യൂ rupees 1,500 പെർ മന്ത് ആണ്. നമ്മൾ അതിന്റെ റെന്റ് ഫ്രീ അക്കോമഡേഷൻ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഗവൺമെന്റ് എംപ്ലോയി അല്ല, കാരണം ഒരു ഇന്ത്യൻ കമ്പനിയുടെ എംപ്ലോയി ആണ്. ഗവൺമെന്റ് എംപ്ലോയി അല്ല, നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ്. എംപ്ലോയർ വാടകയ്ക്ക് എടുക്കുന്ന വീടല്ല, കാരണം ക്വസ്റ്റിനകത്ത് എംപ്ലോയർ വാടകയ്ക്ക് എടുത്തു എന്നോ വാടക കൊടുത്തു എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ വാടകയ്ക്ക് എടുത്ത വീടല്ല, എംപ്ലോയർ ഓൺ ചെയ്യുന്ന വീടാണ്. ഇതൊരു ഫർണിഷ്ഡ് അക്കോമഡേഷൻ അല്ല, കാരണം ഫർണിച്ചറുമായി ബന്ധപ്പെട്ട ഒരു മെൻഷനിങ് ക്വസ്റ്റിനകത്തില്ല. അൺഫർണിഷ്ഡ് ഹൗസ് ആണ്. അപ്പോൾ അൺഫർണിഷ്ഡ് ഹൗസിന്റെ പേര് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് ആകുമ്പോൾ, എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഹൗസ് ആകുമ്പോൾ നമ്മൾ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആകുമ്പോൾ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ സിറ്റിയിലെ പോപ്പുലേഷന്റെ ബേസിൽ മാത്രമാണ്. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആ സിറ്റിയിലെ പോപ്പുലേഷൻ എത്രയാണെന്ന് നോക്കാം, അല്ലേ? അതിന്റെ ബേസിലാണ് നമ്മൾ എടുക്കേണ്ടത്. 9 lakh ആണ് സിറ്റിയിലെ പോപ്പുലേഷൻ. 9 lakh ആകുമ്പോൾ 10 lakhൽ താഴെയാണ്. 10 lakhൽ താഴെയാകുമ്പോൾ 7.5% ഓഫ് സാലറിയാണ് വരിക. സാലറി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ മീനിങ് പഠിച്ചു. അതേ സാലറി നമ്മൾ എടുക്കുക. ബേസിക് സാലറി, ബോണസ്, കമ്മീഷൻ, ഓൾ ടാക്സബിൾ അലവൻസസ് ആൻഡ് എനി അതർ പേയ്മെന്റ് ഇൻ ക്യാഷ് എക്സ്ക്ലൂഡിംഗ് DA not for employment, employees contribution to RPF and perquisites. ആ മീനിങ് നമ്മളിങ്ങനെ ബൈ ഹാർട്ടാക്കി പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ സാലറി എന്തൊക്കെ വരും? അങ്ങനെയാകുമ്പോൾ സാലറി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ബേസിക് പേ എടുക്കണം. 16,000 പെർ മന്ത് ആണ്. 16,000 × 12 1,92,000 രൂപ. പിന്നെ DA എടുക്കാൻ പാടുണ്ടോ? ഡിയർനെസ് പേ മാത്രമേ എടുക്കാവൂ, DA എടുക്കാൻ പാടില്ലെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ DAയുടെ എമൗണ്ട് എടുക്കണ്ട. CCA ടാക്സബിൾ അലവൻസ് ആണ്, നമ്മളതിന്റെ എമൗണ്ട് എടുക്കണം. 400 പെർ മന്ത്, 4,800. അപ്പോൾ സാലറി ഫോർ റെന്റ് ഫ്രീ ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക 1,96,800 രൂപയാണ്. ₹1,96,800 ആണ് നമുക്ക് സാലറിയുടെ എമൗണ്ട് ഇവിടെ കിട്ടുക. അപ്പോൾ നമ്മളിവിടെ റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ സിംപ്ലി 7.5% ഓഫ് സാലറിയാണ് എന്ന് വെച്ചാൽ 1,69,800 × 7.5%. The value of rent free accommodation is ₹14,760. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിവിടെ അതിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ 3. Mr. Nishad is employed in a town where the population is 13 lakh. Basic pay, he is getting a basic pay of ₹8,000 per month, DA of ₹2,000 per month. Out of DA, 40% for retirement benefits. He is getting bonus of ₹8,000 per annum, commission of ₹4,500 per annum, and he is getting entertainment allowance of ₹500 per month. ES stands for entertainment allowance, ₹500 per month. The employer is providing a rent-free house. The fair rental value of the rent-free house is ₹40,000 per annum. Employer is also providing furniture having a cost of ₹20,000. Compute gross salary. അപ്പോൾ ഇവിടെ മിസ്റ്റർ നിഷാദ് എന്ന് പറയുന്ന ആള് 13 ലക്ഷം പോപ്പുലേഷൻ ഉള്ള ഒരു ടൗണിൽ താമസിക്കുന്ന ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് 8,000 രൂപ ബേസിക് സാലറി എല്ലാ മാസവും കിട്ടുന്നു. 2,000 രൂപ DA എല്ലാ മാസവും കിട്ടുന്നുണ്ട്. അത് 40% റിട്ടയർമെന്റ് ബെനിഫിറ്റിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ DAയുടെ 40% ഡിയർനെസ് പേ ആണ്. ബോണസ് 8,000 പെർ ആനം ആണ്, ഒരു വർഷത്തേക്കാണ് 8,000 രൂപ ബോണസ് കിട്ടുന്നത്. കമ്മീഷനും 4,500 രൂപ ഒരു വർഷത്തേക്കാണ് കിട്ടുന്നത്, ഒരു മാസത്തേക്കല്ല. ഈ രണ്ട് എമൗണ്ട്, ഈ ബോണസും കമ്മീഷനും ഒരു വർഷത്തേക്കുള്ള എമൗണ്ട് ആണ്, ബാക്കിയെല്ലാം ഓരോ മാസത്തേക്കുള്ള എമൗണ്ട് ആണ്. എന്റർടൈൻമെന്റ് അലവൻസ് 500 രൂപയും ഒരു മാസത്തേക്ക് ഇദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഇതിന് പുറമെ ഇദ്ദേഹത്തിന് റെന്റ് ഫ്രീ ഹൗസ് 40,000 രൂപ ഒരു വർഷം വാല്യൂ വരുന്ന ഒരു ഹൗസ്, റെന്റ് ഫ്രീ ഹൗസ് എംപ്ലോയിക്ക് താമസിക്കാൻ വേണ്ടി കൊടുക്കുന്നു. ആ വീട്ടിലേക്കുള്ള ഫർണിച്ചർ 20,000 റുപ്പീസിന്റെ ഫർണിച്ചറും പ്രൊവൈഡ് ചെയ്യുന്നു. അതിന്റെ നമ്മളിവിടെ കമ്പ്യൂട്ട് ഗ്രോസ് സാലറി, നമ്മൾ ഗ്രോസ് സാലറിയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. റെന്റ് ഫ്രീ ഹൗസ് മാത്രം കമ്പ്യൂട്ട് ചെയ്താൽ പോരാ, ഇയാൾ ടാക്സബിൾ സാലറി ഇൻകം എത്രയാണ് അതാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാ സാലറി എടുക്കണം അതിനകത്ത്. അതിൽ വരുന്നൊരു ഐറ്റം മാത്രമാണെന്ത്, ഈ പെർക്സിലുള്ള റെന്റ് ഫ്രീ ഹൗസ് ഒരു ഐറ്റം മാത്രമാണ് അതിനകത്ത്. നമ്മൾ സാധാരണ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ബേസിക് പേയും അതുപോലെ തന്നെ
അലവൻസുകളും പെർക്വിസിറ്റ്സും പ്രോഫിറ്റ്സ് ഇൻ ലീവ് ഓഫ് സാലറിയും ഉൾപ്പെടുന്ന പേയ്മെന്റുകളാണ് ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ എല്ലാ സാലറിയും അതിനകത്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ എടുക്കുന്ന സമയത്ത് അതിൽ വരുന്ന ഒരു ഐറ്റം മാത്രമാണ് ഒരു പെർക്വിസിറ്റ് റെന്റ് ഫ്രീ ഹൗസ് എന്ന് പറയുന്ന ഐറ്റം. നമ്മൾ എങ്ങനെ ഇദ്ദേഹത്തിന്റെ ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യും? അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ഗ്രോസ് സാലറി, അത് നമ്മൾ ബേസിക് സാലറി എടുക്കണം. ₹8,000 പെർ മന്ത് ആണ്. സോ ₹96,000 വരും അല്ലേ. 8,000 × 12 ₹96,000 ആണ് വരിക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഗ്രോസ് സാലറി എന്ന് പറയുമ്പോൾ അർത്ഥം എല്ലാം ടാക്സ് കൊടുക്കേണ്ട സാലറിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സാലറി എന്തായിരുന്നു? റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാനുള്ള സാലറി മാത്രമാണത്. നമ്മൾ HR പറഞ്ഞതുപോലെ തന്നെ HR ആയിട്ടുള്ള സാലറി എന്ന് പറഞ്ഞതുപോലെ റെന്റ് ഫ്രീ ഹൗസിന് മാത്രമുള്ള സാലറി ആണെന്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സാലറി. ഗ്രോസ് സാലറി എന്ന് പറയുമ്പോൾ ഇയാളുടെ മൊത്തം സാലറിയാണ്, ടാക്സബിൾ സാലറിയാണ്. അപ്പോൾ അത് നമ്മളെല്ലാം എടുക്കണം സാലറി. പിന്നെ DA എടുക്കണം. നമ്മൾ സാധാരണ നമ്മൾ ഈ റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഡിയർനെസ് പേ മാത്രമേ എടുക്കുള്ളൂ. പക്ഷേ ഇവിടെ ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എടുക്കണം, DA മുഴുവൻ എടുക്കണം. 2,000 പെർ മന്ത് ആണ്. 2,000 × 12 ₹24,000 എന്ന് വരും. പിന്നെ ബോണസിന്റെ എമൗണ്ട് 8,000 പെർ ആനം ആണ്, അത് അതേപോലെ തന്നെ എഴുതുക. കമ്മീഷന്റെ എമൗണ്ട് 4,500, അതും പെർ ആനം ആണ്, 4,500 രൂപ, അങ്ങനെ തന്നെ എഴുതുക. എന്റർടൈൻമെന്റ് അലവൻസ് ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് ആണ്, 500 പെർ മന്ത് ആണ്. 500 × 12 ₹6,000 എന്ന് വരും. അപ്പോൾ ഈ 5 പേയ്മെന്റ് കൂടാതെ, 5ഉം ക്യാഷ് പേയ്മെന്റുകളാണ്. ഇത് കൂടാതെ ഒരു പെർക്വിസിറ്റ് കൂടെ കിട്ടുന്നത്, അതാണെന്ത് റെന്റ് ഫ്രീ ഹൗസ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ആ പെർക്വിസിറ്റിന്റെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അതും കൂടെ അതിന്റെ കൂടെ ചേർത്തെങ്കിലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഗ്രോസ് സാലറി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിന്റെ റഫായിട്ട് നമ്മൾ വർക്കിംഗ് നോട്ടായിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാണ് എന്താണ് റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ. റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് എല്ലാം മനസ്സിലുണ്ടാവണം. ഇവിടെ ഇദ്ദേഹം ഒരു ഗവൺമെന്റ് എംപ്ലോയി അല്ല, ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയാം, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ്, ഫർണിച്ചറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് എംപ്ലോയർ ഓൺ ചെയ്യുന്ന അക്കോമഡേഷനുമാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന്റെ അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ ആദ്യം കമ്പ്യൂട്ട് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ എന്ത് നോക്കണം? ആ സിറ്റിയിലെ പോപ്പുലേഷൻ നോക്കണം. ഇവിടെ പോപ്പുലേഷൻ 13 lakh ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ റെന്റ് ഫ്രീ ഹൗസിന്റെ അൺഫർണിഷ്ഡ് അക്കോമഡേഷന്റെ വാല്യൂ വരെ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? 13 lakh എന്ന് പറയുമ്പോൾ 10 lakhും 25 lakhും ഇടയ്ക്കുള്ള പോപ്പുലേഷൻ ആണ് അല്ലേ. അപ്പോൾ 10% ഓഫ് സാലറിയാണ് അൺഫർണിഷ്ഡ് അക്കോമഡേഷന്റെ വാല്യൂ വരിക. അപ്പോൾ നമ്മൾ ആദ്യം സാലറി ഫോർ റെന്റ് ഫ്രീ ഹൗസ് ആകുമ്പോൾ ഇവിടെ എന്താണ് വരിക നോക്കണം. നമ്മൾ നേരത്തെ സാലറി മീനിങ് എന്താണെന്ന് പറഞ്ഞു. നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ തന്ന എമൗണ്ടുകളിൽ ഏതെല്ലാം സാലറി റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എടുക്കണം നോക്കുക. സാലറി എന്നത് ബേസിക് പേ എടുക്കണം അല്ലേ. ₹96,000 നമ്മൾ എടുത്തു. DA ₹24,000. DA മൊത്തം എടുക്കാൻ പാടില്ല, ഡിയർനെസ് പേ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അർത്ഥം DAയുടെ 40% ഡിയർനെസ് പേ. റിട്ടയർമെന്റ് ബെനിഫിറ്റിന് വേണ്ടി കിട്ടുന്ന എമൗണ്ട് 40% ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ 40% ഡിയർനെസ് പേ ഉള്ളൂ. അപ്പോൾ അത് മാത്രമേ എടുക്കാവൂ. 24,000ന്റെ 40% നമ്മൾ എടുക്കുന്നു. ദാറ്റ് ഈസ് ₹9,600 എന്ന് പറയുന്ന എമൗണ്ട് ആവും നമുക്ക് കിട്ടുക. പിന്നീട് നമ്മൾ ബോണസിന്റെ എമൗണ്ട് എടുക്കണം. 8,000 എടുത്തു. കമ്മീഷന്റെ എമൗണ്ട് 4,500 അതെടുത്തു. ടാക്സബിൾ അലവൻസ് ആയിട്ടുള്ള എന്റർടൈൻമെന്റ് അലവൻസിന്റെ 6,000 രൂപയും എടുത്തു. ഈ പറഞ്ഞ 5 എമൗണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സാലറി ഫോർ റെന്റ് ഫ്രീ ഹൗസ് കിട്ടും. 1,24,100 ആണ് കിട്ടുന്ന എമൗണ്ട്. നമ്മൾ ആദ്യം അൺഫർണിഷ്ഡ് അക്കോമഡേഷന്റെ വാല്യൂ നോക്കുന്നു. വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ പോപ്പുലേഷൻ 13 lakh ആയതുകൊണ്ട് 10% ഓഫ് സാലറിയാണ് വാല്യൂ വരിക. സോ 1,24,100 into 10% ₹12,000 for ton. അതാണ് നമുക്ക് അൺഫർണിഷ്ഡ് ഹൗസിന്റെ വാല്യൂ കിട്ടുക. ഇവിടെ ഫർണിച്ചറും എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫർണിച്ചർ എംപ്ലോയർ ഓൺ ചെയ്യുന്ന ഫർണിച്ചറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചറും ആഡ് ചെയ്തു. 20,000ന്റെ ഫർണിച്ചറാണ്. 10% എടുക്കുമ്പോൾ ₹2,000 വരും അല്ലേ. 2,000 അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. 14,000 for ton എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഇവിടെ എംപ്ലോയി ഒന്നും തിരിച്ചു കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ ആ എമൗണ്ട് കുറക്കുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് കുറക്കണമായിരുന്നു. അപ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല. വാല്യൂ ഓഫ് റെന്റ് ഫ്രീ ഹൗസ് ₹14,000 for ton എന്ന് പറയുന്ന എമൗണ്ട്. ഇതാണ് ടാക്സബിൾ ആയിട്ടുള്ള റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ. നമ്മൾ ഈ വാല്യൂ എന്ത് ചെയ്യണം? ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനകത്തേക്ക് ആഡ് ചെയ്യണം. അപ്പം ആ ഐറ്റത്തിനകത്തേക്ക് ആഡ് ചെയ്യാണ് വാല്യൂ ഓഫ് റെന്റ് ഫ്രീ ഹൗസ് ₹14,000 for ton. ഇനി നമ്മൾ എല്ലാ സാലറിക്കും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണെന്ത്? ഗ്രോസ് സാലറി അല്ലെ. 96,000 പ്ലസ് 24,000 പ്ലസ് 8,000 പ്ലസ് 4,500 പ്ലസ് 6,000 പ്ലസ് 14,000 for ton. The total is
1,52,910. അതാണ് ഗ്രോസ് സാലറി ഇൻകം ആയിട്ട് വരിക. അപ്പോൾ ഇതാണ് നമ്മൾ റെന്റ് ഫ്രീ ഹൗസിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിലും അതുപോലെ തന്നെ നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ എംപ്ലോയർ ഓൺ ചെയ്യുന്ന അക്കോമഡേഷൻ ആകുന്ന സമയത്തുമുള്ള അതിന്റെ ടാക്സബിൾ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രൊസീജിയർ. ഓക്കെ, താങ്ക് യു.